ഹായ് ഓൾ, ACCA അസോസിയേഷൻ ഓഫ് ചേർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി ഈ ഒരു കോഴ്സിനെ കുറിച്ച് +2 ഡിഗ്രി കഴിഞ്ഞ് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ഇന്ന് ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ളത് ഈഗിൾസിലെ അക്കാദമിക് ഹെഡ് ആയിട്ടുള്ള അസ്ന മാം ആണ്. മാമിനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഹായ് മാം. മാം, ഇന്ന് ACCA പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റുഡൻസ് +2 കഴിഞ്ഞവരായിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞവരായിക്കോട്ടെ, ഇവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി? അതായത് നോൺ കൊമേഴ്സിൽ നിന്ന് വരുന്നവർക്ക് ACCA പഠിക്കാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് ACCA പഠിക്കാൻ വേണ്ടിയിട്ട് നോൺ കൊമേഴ്സിനും സ്റ്റുഡൻസിന് വരാം. ACCA എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 പാസ്സായവർക്ക് ഒരു ACCA റൂട്ടിലൂടെ വരാം. 10th പാസ്സായവർക്കും FIA റൂട്ട്, അതായത് ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി റൂട്ടിലൂടെ ACCAയിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഡിഗ്രി നിങ്ങൾ BCom BBA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെർട്ടൈൻ എക്സംഷൻസ് ലഭിക്കും. പക്ഷേ വേറെ നോൺ കൊമേഴ്സ് ഫീൽഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ACCA ഫസ്റ്റ് പേപ്പർ ഓൺവേർഡ്സ് പഠിച്ചിട്ട് ACCA മെമ്പർ ആവും. ഇന്ന് +2 ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ACCA കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി വരുന്നവർ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോൺ കൊമേഴ്സിൽ നിന്ന് വരുന്നവരായിരിക്കും അവർ. അപ്പോൾ അവർക്ക് ACCA ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ACCA പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവരെടുത്ത് മാമിന് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? നമ്മൾ ഏത് ഫീൽഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് ACCA ചെയ്യാം. ഇനി നിങ്ങൾ 10th പാസ് ഔട്ട് ആണെങ്കിലും നമുക്ക് ACCAയിലോട്ട് വരാം. ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടൻസി റൂട്ടിലൂടെ നമുക്ക് ACCAയിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി +2 നിങ്ങൾ കൊമേഴ്സ് ആയിക്കോട്ടെ, നോൺ കൊമേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കും എന്ത് ചെയ്യാം? ACCAയിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി ഡിഗ്രി കഴിഞ്ഞവരാണ്, അവരൊരു BCom BBA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെർട്ടൈൻ എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ACCA. നോൺ കൊമേഴ്സ് ഫീൽഡ്, അതായത് ഡിഗ്രിയും നോൺ കൊമേഴ്സ് ഫീൽഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇവർക്കും ACCA ചെയ്യാം. അത് ഫസ്റ്റ് പേപ്പർ ഓൺവേർഡ്സ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പൊ മാം പറഞ്ഞല്ലോ പേപ്പർ എക്സംഷന്റെ കാര്യം, ഈ BCom BBA ഒക്കെ കഴിഞ്ഞ് വരുന്നവരുടെ എക്സംഷൻ. ഇത് എത്ര പേപ്പർ അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പറാണ് ഇവർക്ക് എക്സംഷൻ കൊടുക്കുന്നത്? BBAക്കാർക്ക് എങ്ങനെയാണ്, BComകാർക്ക് എങ്ങനെയാണ്? അതൊന്ന് വ്യക്തമായിട്ട് പറയാമോ? ഓക്കെ, BCom കഴിഞ്ഞ് വരുന്നവർക്ക് ACCA 5 പേപ്പർ എക്സംഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ലെവലിലെ നോളജ് ലെവലിലെ പേപ്പേഴ്സും അതേപോലെ തന്നെ സ്കിൽ ലെവലിലെ ടാക്സേഷൻ എന്ന പേപ്പറുമാണ് ഇവർക്ക് എക്സംഷൻ കിട്ടുന്നത്. ഇനി BBA ഫിനാൻസ് കഴിഞ്ഞ് വരുന്നവർക്ക് 3 പേപ്പറാണ് എക്സംഷൻ ലഭിക്കുന്നത്. അത് ഫസ്റ്റ് ലെവലിലുള്ള 3 പേപ്പേഴ്സ് ആണ് ഇവർക്ക് എക്സംഷൻ ആയിട്ട് കൊടുക്കുന്നത്. മാം, ഇപ്പോൾ ലെവൽസിന്റെ കാര്യം പറഞ്ഞു. ഈ 13 പേപ്പേഴ്സ് ഓരോ ലെവലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ ലെവലാണ്, അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? ഓക്കെ, നമുക്ക് ഈ 13 പേപ്പേഴ്സിനെ 3 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ലെവലാണ് അപ്ലൈഡ് നോളജ് ലെവൽ, സെക്കൻഡ് ലെവലാണ് അപ്ലൈഡ് സ്കിൽസ് ലെവൽ, ആൻഡ് ലാസ്റ്റ് ലെവലാണ് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ. ഫസ്റ്റ് ലെവലിൽ 3 പേപ്പേഴ്സ് ആണ് ഉള്ളത്: ബിസിനസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സെക്കൻഡ് ലെവലിൽ 6 പേപ്പേഴ്സ് ആണുള്ളത്: കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ, പെർഫോമൻസ് മാനേജ്മെന്റ്, ടാക്സേഷൻ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. 9 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവർ പാർട്ട്ലി ക്വാളിഫൈഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ പാർട്ട്ലി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ജോബിന് കയറാമെന്നാണോ? അതെ, പാർട്ട്ലി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ Big 4 കമ്പനീസിൽ വരെ ഇവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് അത് കമ്പൽസറി ആണോ? ഈ 9 പേപ്പേഴ്സ് കഴിയുമ്പോൾ തന്നെ ആ സ്റ്റുഡന്റ് പ്ലേസ്മെന്റിന് കയറണം എന്നുള്ളത് കമ്പൽസറി ആണോ? അല്ല, ഒരിക്കലും അല്ല. നമുക്ക് സ്റ്റുഡൻസിന്റെ കംഫർട്ടിനനുസരിച്ചിട്ട് ഇവർക്ക് ജോബിന് പോവേണ്ടവർക്ക് അങ്ങനെ പോവാം. അല്ല, ഇവർക്ക് 10th പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ബാക്കിയുള്ള പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടും ജോബിന് പോവാം. ഞാനിപ്പോ ചോദിച്ചത്, നമ്മളിപ്പം ഒരു CA ഒക്കെ ആണെങ്കിൽ കുട്ടികൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ ആർട്ടിക്കിൾഷിപ്പിന് കയറുന്നുണ്ട്. സോ അതുപോലെ എന്തെങ്കിലും ക്രൈറ്റീരിയ നമ്മുടെ ഈ ACCAയിൽ കിടക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ACCAയിൽ 9 പേപ്പർ കഴിഞ്ഞാൽ പാർട്ട്ലി ക്വാളിഫൈഡ് ആവും. 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഇവർ ACCA അഫിലിയേറ്റ് ആവുന്നുണ്ട്. ഈ 13 പേപ്പേഴ്സിന്റെ കൂടെ ഒരു 3 years വർക്ക് എക്സ്പീരിയൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ ACCA മെമ്പർ ആവുന്നുണ്ട്. ഇനി ലാസ്റ്റ് ലെവലിൽ, അതായത് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലിൽ 4 പേപ്പേഴ്സ് ആണ് ഇവർ എഴുതിയെടുക്കേണ്ടത്. അതിൽ 2 പേപ്പേഴ്സ് എസെൻഷ്യൽ പേപ്പേഴ്സും ബാക്കിയുള്ള 2 പേപ്പേഴ്സ് ഇവർ 4 പേപ്പറിൽ നിന്ന് ഇവർ തന്നെ ചൂസ് ചെയ്യാണ്. അതായത് എസെൻഷ്യൽ പേപ്പേഴ്സ് ആയിട്ട് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ ആൻഡ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് ആണ്. ബാക്കി 4 പേപ്പേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഇവർക്ക് ചൂസ് ചെയ്യാം. ആ 4 പേപ്പേഴ്സ് അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് ടാക്സേഷൻ, അഡ്വാൻസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇത്രയാണ് ആ 4 പേപ്പേഴ്സ് വരുന്നത്. ഓക്കെ മാം, നമ്മുടെ ACCA സ്റ്റുഡൻസ് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എക്സാം പാസ്സാകാനുള്ള ക്രൈറ്റീരിയ? ഓരോ പേപ്പേഴ്സിന്റെയും എത്ര മാർക്സിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക? അതിൽ എത്ര സ്കോർ ചെയ്താൽ, എത്ര പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അവർ എലിജിബിൾ ആവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
എങ്ങനെയായിരിക്കും അത് വരുന്നത്? നമ്മുടെ ACCA 13 പേപ്പേഴ്സും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതേപോലെ തന്നെ 13 പേപ്പേഴ്സും 100 മാർക്സിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതിൽ 50% മാർക്കാണ് ഇവർക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് വരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ACCA എക്സാം പാറ്റേണിനെ കുറിച്ചിട്ട്. പലരും പറയും ഫ്ലെക്സിബിൾ ആണ് ACCA എക്സാം, ഓൺ ഡിമാൻഡ് എക്സാം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറയാവോ? ഓക്കെ, ACCA ഫസ്റ്റ് ഫോർ പേപ്പേഴ്സ് ആണ് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാം വരുന്നത്. ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACCA ബോർഡ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പെസിഫിക് ഡേറ്റ് തന്നിട്ടില്ല. സ്റ്റുഡൻസ് എപ്പോഴാണോ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുന്നത് അവർക്ക് അപ്പോൾ തന്നെ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് F1 to F4 പേപ്പേഴ്സ് ആണ് ഓൺ ഡിമാൻഡ് എക്സാം വരുന്നത്. ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും ACCA ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ACCA എക്സാംസ് ഇയർലി 4 ടൈംസ് ആണ് നടക്കുന്നത്. 4 ടൈംസ് എന്ന് പറയുമ്പോൾ മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ ഈ മന്ത്സിലാണ് ACCA എക്സാംസ് നടത്തുന്നത്. ഇവർക്ക് ഈ ഒരു ഡേറ്റിലോട്ട് ഇവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എക്സാം ബുക്ക് ചെയ്തിട്ട് അവർക്ക് എഴുതാൻ പറ്റും. ഇനി ഒരു സിറ്റ് അവർക്ക് വേണ്ട, അവർ കോൺഫിഡൻ്റ് അല്ല, എഴുതുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, അവർക്ക് നെക്സ്റ്റ് സിറ്റിൽ ആ ഒരു പേപ്പർ എഴുതിയെടുക്കാം. അതായത് ഒരു എക്സാം വിൻഡോയിൽ നമുക്ക് ഒരു പേപ്പർ മാത്രമാണോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല? അല്ല, നമുക്ക് 1 or 2 പേപ്പേഴ്സ് ആ ഒരു എക്സാമിൽ, അതായത് ഒരു എക്സാം വിൻഡോയിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ് ACCA എടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് എത്ര ഡ്യൂറേഷനോട് കൂടിയിട്ടാണ് ACCA പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര സമയം ആ കുട്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ACCA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, ACCA എടുക്കുന്നത് +2 കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവർ ഒരു എക്സാം വിൻഡോയിൽ ഒരു പേപ്പറാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ പോലും ഇവർക്ക് 3 ഇയേഴ്സും 3 മന്ത്സും ആണ് ഡ്യൂറേഷൻ വരുന്നത്. മാം, ACCAക്ക് വരുന്ന സ്റ്റുഡൻസ് എൻക്വയറി ചെയ്യാൻ വരുന്നവർ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. UK പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണല്ലോ ACCA. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ ഉണ്ടായിരിക്കുമോ അതോ പുറത്തായിരിക്കുമോ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം എന്താണ് അതിന് പറയാനുള്ളത്? ഓക്കെ, നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ ACCA എന്ന് പറയുന്ന കോഴ്സിന് ഇന്ത്യക്ക് പുറത്തും അകത്തും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ ഡ്രീം ജോബാണ് ബിഗ് 4 കമ്പനീസിലൊക്കെ. ആ ബിഗ് 4 കമ്പനീസിൽ വരെ നമ്മുടെ ACCA സ്റ്റുഡൻസിനെ 9 പേപ്പർ ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വലിയൊരു ഡൗട്ടാണ് ഇവിടെ മാം ക്ലിയർ ചെയ്ത് തന്നിരിക്കുന്നത്. കാരണം മെയിൻലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ACCA കാത്തിരിക്കുന്നത്. മാം നേരത്തെ പറഞ്ഞു ACCA അഫിലിയേറ്റഡ് അതുപോലെ ACCA മെമ്പർ എന്ന്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അതായത് ACCA അഫിലിയേറ്റഡ് എന്ന് പറയുന്നത് ACCA 13 പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്ത ഒരാളെ പറയുന്നതാണ് നമ്മൾ ACCA അഫിലിയേറ്റഡ് എന്ന്. ഈ 13 പേപ്പേഴ്സിന്റെ കൂടെ ഒരു 3 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ACCA മെമ്പറാണ്. അതായത് ഈ 3 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ACCA മെമ്പർ ആവുക. അതെ. അപ്പൊ നമ്മൾ ഈ അഫിലിയേറ്റഡ് ആയി കഴിഞ്ഞാലും നമുക്ക് ഒരു ACCA എന്നുള്ള നിലയ്ക്ക് തന്നെ സാലറിയോട് കൂടെ തന്നെ വർക്ക് ചെയ്തൂടെ? അത് ഉറപ്പായിട്ടും വർക്ക് ചെയ്യാം. അത് 9 പേപ്പർ കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് സാലറിയോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്യാം. സ്റ്റൈപ്പൻഡ് ഒന്നും അല്ലാണ്ട് തന്നെ ഇവർക്ക് സാലറി റേഞ്ചിൽ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു 3 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് ഇവർ ഈ 13 പേപ്പേഴ്സ് കഴിഞ്ഞിട്ട് വേണ്ട, അതായത് അവർക്ക് എപ്പോൾ വേണേലും ACCA ഏതൊരു പേപ്പർ കഴിഞ്ഞാലും ഇവർക്കുള്ള വർക്ക് എക്സ്പീരിയൻസ് ഈ 3 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസിൽ ആഡ് ചെയ്യും. മാം, ACCA പഠിക്കുന്ന സ്റ്റുഡൻസിന് മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം ACCA കഴിഞ്ഞാൽ അവരുടെ ജോബ് റോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതൊന്ന് പറയാവോ? ഓക്കെ, അവർക്ക് ACCA കഴിഞ്ഞാൽ വരുന്ന ജോബ് റോൾസ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ബിസിനസ് കൺസൾട്ടൻറ്റ്, ടാക്സ് കൺസൾട്ടൻറ്റ്, ഓഡിറ്റർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഫിനാൻഷ്യൽ മാനേജർ എന്ന പൊസിഷൻസ് ആണ് വരിക. എന്തായാലും അവർക്കൊരു ACCA പഠിച്ചു കഴിഞ്ഞാൽ കമ്പനിയിലെ തന്നെ ഹയസ്റ്റ് പൊസിഷനിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതായത് ഇത്രയും വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ACCAക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? താങ്ക് യു മാം. നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് ACCA സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഈ ഒരു വീഡിയോയിലൂടെ ACCA എന്ന കോഴ്സിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിനൊരു റിപ്ലൈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.